यूपी बॉर्डर अंटा നേപ്പാൾ ഇന്ത്യ ബോർഡർ ആണ് കേട്ടോ അത് കേട്ടോ. അപ്പോൾ നമ്മളിനി ഉത്തർപ്രദേശിലേക്ക് കടന്നു. ഗോരഖ്പൂരിലേക്കുള്ള യാത്രയായി. നേപ്പാൾ വിട്ടു കേട്ടാ. നേപ്പാൾ യാത്ര എൻഡ്. ഞങ്ങളുടെ നേപ്പാൾ യാത്രയുടെ നേപ്പാൾ യാത്ര വളരെ സുഖകരമായിരുന്നു. നേപ്പാളിൽ നിന്നും നമ്മൾ യു പിയിലേക്ക് കടന്നു. അതിൻ്റെ ഒരു കവാടം ഉണ്ടത് കേട്ടോ. നോക്കട്ടെ, നേപ്പാൾ ഇന്ത്യ ബോർഡറാണിത് കേട്ടോ. നേപ്പാളിനോട് ഞങ്ങൾ ടാറ്റ പറയുന്നു. ബ്യൂട്ടിഫുൾ നേപ്പാൾ. നല്ലൊരു രാജ്യമാണ് നേപ്പാൾ കേട്ടോ. ഇതാ ഇന്ത്യ ബോർഡറിലേക്ക് ഭാരത് ആഗമൻ പർ ആപ്കാ സ്വാഗത് ഹേ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗോരഖ്പൂരിൻ്റെ അടുത്ത്, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൻ്റെ അടുത്ത് ഒരു എന്താ പറയുക, ടൂറിസം പ്ലേസ് ആണ് കേട്ടോ. താരാമണ്ഡൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ റോഡ് സൈഡിലൊക്കെ നൈറ്റ് പാട്ടും നല്ല ഒരു അന്തരീക്ഷമാണ്. പിന്നെ ഇവിടെ ഒരു കുളം ഇതുണ്ട്, ലേക്ക് ഉണ്ട്. അപ്പുറത്തെ സൈഡിലാണ് കാണിക്കാം. ഞങ്ങൾ ദൂരെ കണ്ട ഈ വാക്ക് വേയുടെ അപ്പുറത്ത് ആണ് ആ തടാകം. തടാകത്തിൻ്റെ അക്കരെയാണ് വേറൊരു ടൗൺ കണ്ടോ. ഇത്രയൊക്കെ വികസനം ഉണ്ടോ ഇവിടെ? ചേച്ചിയുടെ ക്യാമറ എയർപോർട്ട് നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു പ്ലെയിൻ വരുന്നുണ്ട്. എയർപോർട്ടൊക്കെ ഇവിടെ ഉണ്ടല്ലേ? ഏകദേശം ഒരു 12 മിനിറ്റ്. അപ്പോൾ അതാണ് അവിടെ അത്രയും ഈ ബുദ്ധന്റെ പിക്ചർ ഇവിടെ വെച്ചേക്കുന്നത്. ബുദ്ധമതത്തിന്റെ ഒരു ഇതുണ്ട് ഇവിടെ അല്ലേ. ഉത്തർപ്രദേശിലെ തടാകം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നല്ലൊരു സ്ഥലം കേട്ടോ. ഇവിടെ ഇനിയും വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ലേക്കിൽ കണ്ടോ, വലിയൊരു തടാകമാണ്. ഉത്തർപ്രദേശ് ഗോരഖ്പൂരിൻ്റെ അടുത്താണ് കേട്ടോ. ഉത്തർപ്രദേശിലാണിത്. ഉത്തർപ്രദേശ് ഗോരഖ്പൂരിൻ്റെ അടുത്താണ് കേട്ടോ. നല്ലൊരു സിറ്റിയാണ്. ഇതൊരു വലിയൊരു തടാകമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗോരഖ്പൂർ സിറ്റി രാത്രിയായപ്പോൾ വരുന്നതിൻ്റെ തലേദിവസം, കേരളത്തിലേക്ക് വരുന്നതിൻ്റെ തലേദിവസം സിറ്റി മുഴുവനും അവിടുത്തെ ഫാദർ കൊണ്ടുപോയി കാണിച്ചു. എൻ്റെ എന്താണ് ഗോരഖ്പൂരിൽ എൻ്റെ ഇളയപ്പൻ ഒരു CST ലിറ്റിൽ ഫ്ലവറിൽ അച്ഛനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത് കേട്ടോ. കുറച്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ അങ്ങനെ ടൗൺ ആദ്യമായിട്ടാണ് പോയപ്പോൾ കണ്ടത്. ഇതിന് മുമ്പ് പോയിട്ട് ഈ ഭാഗമൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. കുട്ടികളൊക്കെ രാത്രി എൻജോയ് ചെയ്യുന്നത് കണ്ടോ, നന്നായിട്ടില്ലേ. അങ്ങനെ ഞങ്ങളുടെ ബീഹാറിലെയും ഉത്തർപ്രദേശിൻ്റെയും നേപ്പാളിലേക്കുള്ള യാത്രയുടെ അവസാന ദിവസമായി. തലേ ദിവസം രാത്രി ടൗണും കൂടിയും ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങളുടെ യാത്ര കേരളത്തിലേക്ക് തിരിക്കാനായിട്ട് ഞായറാഴ്ച പിറ്റേ ദിവസം 27-ാം തീയതി രാവിലെ ആയിരുന്നു ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ അതിനു മുമ്പ് ഞാൻ ഒന്നും കൂടിയും ആ ഗോരഖ്പൂരിലെ റാപ്റ്റി നഗറിലുള്ള
ഫാദേഴ്സിൻ്റെ ലിറ്റിൽ ഫ്ലവർ CST അച്ഛന്മാരുടെ ആശ്രമവും സ്കൂളും ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. എൻ്റെ ഇളയപ്പൻ ഫാദർ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. വയ്യാതെ ഇരിക്കുവാണെങ്കിലും മറ്റുള്ള അച്ഛന്മാരെല്ലാവരും വളരെ സഹകരണത്തോട് ഞങ്ങളുടെ വളരെയധികം സ്നേഹത്തോടെ സഹകരിച്ചു. ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും പോകാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി തന്നു. ഇവിടുത്തെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല സ്കൂളാണ്. അവിടുത്തെ ഫേമസ് ആയ സ്കൂളാണ്. കുട്ടികൾക്കൊക്കെ നല്ല സ്വാതന്ത്ര്യത്തോടെ എപ്പോൾ വേണമെങ്കിലും വന്ന് കളിക്കാനും ഒക്കെയുള്ള അവർക്കൊരു സമയം നിശ്ചയിച്ച സമയത്തൊക്കെ വന്ന് കളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അവിടെ കുട്ടികൾക്ക് കേട്ടോ. വളരെ നല്ലൊരു വൃത്തിയും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ തറവാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും കൂടി ഒന്ന് എടുത്തന്നേ ഉള്ളൂ ഫോട്ടോയൊക്കെ കേട്ടോ. പിന്നെ എനിക്കിതിൽ പറയാനുള്ളത്, ഞാൻ ഈ കണ്ട കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിന് ഇത് അറിയിക്കുമ്പോൾ അതെനിക്കൊരു സന്തോഷമാണ് കേട്ടോ. ഓക്കെ.